മലബാറിലെ റെയിൽവേ സ്റ്റേഷനുകളുമായി വളരെയധികം ബന്ധമുള്ള ദൈവമാണ് മുത്തപ്പൻ. പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ മുത്തപ്പന് തറവാടാണ്. വർഷങ്ങളായി മുടങ്ങാതെ സ്റ്റേഷനിലെത്തി അവിടുത്തെ ജീവനക്കാരെയും യാത്രക്കാരെയും മുത്തപ്പൻ അനുഗ്രഹിക്കാറുണ്ട്. മുത്തപ്പൻ കെട്ടിയാടുമ്പോൾ തറവാട്ടിൽ കയറുന്ന ചടങ്ങ് പ്രധാനമാണ്. തറവാട്ടിലേക്ക് മുത്തപ്പൻ എഴുന്നള്ളുമ്പോൾ അരിയിട്ട് സ്വീകരിക്കുകയും തിരിച്ചെഴുന്നള്ളുമ്പോൾ അരിയിട്ട് യാത്രയാക്കുകയും ചെയ്യും. ഈ പ്രാധാന്യം കണക്കിലെടുത്താണ് പഴയങ്ങാടി റെയിൽവേ സ്റ്റേഷൻ മഠപ്പുരയിൽ കെട്ടിയാടുന്ന മുത്തപ്പനും തിരുവപ്പനും പ്ലാറ്റ്ഫോമിലെത്തി യാത്രക്കാരെയും ജീവനക്കാരെ അനുഗ്രഹിക്കാൻ തുടങ്ങിയത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലടക്കം ചെറുതും വലുതുമായ സ്റ്റേഷനുകളിൽ മുത്തപ്പൻ മടപ്പുരയുണ്ട്. പക്ഷെ മറ്റൊരിടത്തും ഇത്തരമൊരു ചടങ്ങില്ല. മുത്തപ്പനും റെയിൽവേയും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമാണുള്ളത്. 1920-ലാണ് ഇതിന്റെ തുടക്കം. ബേക്കൽ റെയിൽവേ സ്റ്റേഷനിൽ മദ്രാസിൽ നിന്ന് എത്തിച്ച ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന യന്ത്ര സാമഗ്രികൾ മോഷണം പോയി. സ്റ്റേഷൻ മാസ്റ്റർ ഇവ തിരികെ ലഭിച്ചാൽ മുത്തപ്പൻ കെട്ടി ആടാം എന്ന് നേർച്ച നേർന്നു. പിറ്റേ ദിവസം തന്നെ യന്ത്ര സാമഗ്രികൾ തിരികെ കിട്ടുകയും ചെയ്തു. പിന്നാലെ റെയിൽവേയുടെ അനുമതിയോടെ മുത്തപ്പൻ കെട്ടിയാടിച്ചു. തനിക്ക് ആരൂഢം നിർമ്മിക്കണമെന്ന് കോലം മുഖേന മുത്തപ്പൻ പറഞ്ഞപ്പോൾ അതിനും അനുവാദമായി. കണ്ണൂരിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളോട് ചേർന്ന് മുത്തപ്പൻ ക്ഷേത്രങ്ങളുണ്ട്. അവിടെയെല്ലാം മുത്തപ്പൻ കെട്ടിയാടാറുമുണ്ട്. മുത്തപ്പന്മാർ 5 എന്നാണ് ചൊല്ല്. പുരളിമല മുത്തപ്പൻ അഥവാ തിരുവപ്പന, പിന്നെ നമ്പല മുത്തപ്പൻ, പുതിയ മുത്തപ്പൻ, പുറങ്കാല മുത്തപ്പൻ, നാടുവാഴി മുത്തപ്പൻ, ഇങ്ങനെ 5 മുത്തപ്പന്മാർ. വടക്കൻ കേരളത്തിലെ മടപ്പുരകളിലും പൊടിക്കളങ്ങളിലും ഒക്കെ ഇവരിൽ പലരും കെട്ടിയാടിക്കപ്പെടുന്നു. എന്നാൽ ഇതൊന്നുമല്ലാത്തൊരു മുത്തപ്പനെ പറ്റി ഇന്ന് പറയാം. അതാണ് വെള്ളമുത്തപ്പൻ. കണ്ണൂർ ജില്ലയുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലാണ് വെള്ളമുത്തപ്പൻ അധികവും കെട്ടിയാടിക്കുന്നത്. അതായത് പ്രാട്ര അഥവാ പ്രയാട്ടുകര സ്വരൂപത്തിനും ചുഴലി സ്വരൂപത്തിനും പരിധിയിലുള്ള മലയോര മേഖലകളിലെ ആദിവാസി സമൂഹമായ കരിമ്പാലർ, അവർ ഉൾപ്പെടെയുള്ള ജനതയാണ് അപൂർവമായ ഈ മുത്തപ്പൻ ആരാധന നടത്തുന്നത്. അന്തിത്തിറ എന്നും കളത്തിൽ തിറ എന്നുമൊക്കെ പല പേരുകളിൽ ഈ പ്രദേശങ്ങളിൽ ഈ മുത്തപ്പാനുഷ്ഠാനം അറിയപ്പെടുന്നു. അയ്യപ്പ വനദുർഗ ക്ഷേത്രത്തിലെ കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് വെള്ളമുത്തപ്പൻ കെട്ടിയാടാറുണ്ട്. കരിമ്പാലർക്ക് പ്രത്യേക അധികാരമുള്ള ക്ഷേത്രമാണിത്. മലകീക്കലും വെള്ളകെട്ട ചടങ്ങും കഴിഞ്ഞ ശേഷമാണ് വെള്ളമുത്തപ്പന്റെ പുറപ്പാട്. മുഖത്തും ശരീരത്തിലും വെളുത്ത നിറമാണ് ഈ മുത്തപ്പന്. മഞ്ഞൾപ്പൊടിയുടെ അംശം ഒട്ടും ഉണ്ടാകില്ല. അതുകൊണ്ടാണ് വെള്ളമുത്തപ്പൻ എന്ന വിളിപ്പേര്. വളരെ നാടകീയവും രസകരവുമാണ് അന്തിത്തിറ എന്ന ചടങ്ങ്. നായാട്ടുമായി ബന്ധപ്പെട്ട ചില കഥകൾ ഉൾപ്പെടെ കനലാടിമാരുമായും വാദ്യക്കാരുമായുള്ള നാടകീയമായ സംഭാഷണങ്ങളും മറ്റുമാണ് ഈ അനുഷ്ഠാനത്തിൽ മുഖ്യം. നായാടി കിട്ടിയ ചില മൃഗങ്ങളെ കുറിച്ചുള്ള സൂചനകൾ വില്ലുകൊണ്ട് നിലത്ത് ചിത്രം വരച്ച് കാണിക്കുമത്രേ മുത്തപ്പൻ. ചിലപ്പോൾ ആംഗ്യഭാഷ മാത്രം. കനലാടികൾ അതിന്റെ രസകരമായ വ്യാഖ്യാനം നടത്തും. ചിലപ്പോൾ മുത്തപ്പനെ കളിയാക്കും. ദേഷ്യം വരുന്ന മുത്തപ്പൻ അവരോട് വഴക്കിടും. ഓരോരോ പറച്ചിലുകൾക്കും ശേഷം വാദ്യത്തോടൊപ്പമുള്ള മുത്തപ്പന്റെ ചുവടുവയ്പ്പുള്ള അതീവ രസകരമാണ്. തന്റെ കിരീടം കോമരത്തിന്റെയും മറ്റും തലയിൽ അണിയിക്കാൻ ശ്രമിക്കുന്ന മുത്തപ്പനെയും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. വെള്ളമുത്തപ്പൻ പുരളിമല മുത്തപ്പന്റെ യൗവനകാലത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നൊരു വാദമുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ഇത് 5 മുത്തപ്പന്മാരിൽ ഏറ്റവും പഴക്കമുള്ള ആരാധനയായ പുറങ്കാല മുത്തപ്പന്റെ മറ്റൊരു അനുഷ്ഠാന രീതിയാകാം എന്നും ഒരു വാദമുണ്ട്. പുനം നെല്ല് വിരിയാൻ തുടങ്ങുന്ന കാലത്ത് പണ്ട് കിഴക്കൻ മലയോരത്തെ ജനങ്ങൾ പുറങ്കാല മുത്തപ്പനെ കെട്ടിയാടിച്ചിരുന്നു. അതാണ് രണ്ടാമത്തെ വാദത്തിൽ വിശ്വസിക്കുന്നവർ ഇതിന് മുന്നോട്ട് വയ്ക്കുന്ന മുഖ്യ തെളിവ്. ഒരു കാലത്ത് പുനം കൃഷിയിൽ നിപുണരായിരുന്ന കരിമ്പാലർ ഈ അനുഷ്ഠാനം നടത്തുന്നു എന്നതും തെളിവായി ഈ വിഭാഗം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും മുത്തപ്പന് കൂടുതൽ വിശേഷണങ്ങളും വിശദീകരണങ്ങളും ആവശ്യമില്ല. ജാതി മതലിംഗ വർണ്ണഭേദമില്ലാതെ എല്ലാവരെയും തന്റെ സന്നിധിയിലേക്ക് ക്ഷണിക്കുന്ന പറശ്ശിനി മുത്തപ്പൻ ശക്തിയുടെയും ധൈര്യത്തിന്റെയും സ്വരൂപമാണ്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മുത്തപ്പന് വെള്ളാട്ടവും തിരുവപ്പനെയും നേരുന്നതും മുത്തപ്പനെ നേരിട്ട് വന്നു കണ്ട് സങ്കടങ്ങൾ പറയുന്നതുമൊക്കെ ആളുകളുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. കണ്ണൂരിൽ നിന്നും 16 കിലോമീറ്റർ അകലെ പറശ്ശിനിക്കടവ് എന്ന സ്ഥലത്താണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ മഠപ്പുര സ്ഥിതി ചെയ്യുന്നത്. വളപട്ടണം നദിയുടെ തീരത്തുള്ള ഈ ക്ഷേത്രം കണ്ണൂരിൽ ഏറ്റവും അധികം വിശ്വാസികൾ എത്തുന്ന ഇടം കൂടിയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.